നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ കയ്യിലുള്ള ഏത് മൊബൈൽ ഫോൺ ആണെങ്കിലും മൊബൈൽ ഫോണിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് വളരെ വേഗത്തിൽ ഒരു സ്ക്രീനിൽ വെച്ച് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി സ്റ്റാറ്റസ്, അതുപോലെ തന്നെ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ റാം, സ്ക്രീന്, CPU തുടങ്ങിയിട്ട് മൊബൈൽ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാനും അതിന് മൊബൈൽ ഫോൺ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അറിയാനൊക്കെ സാധിക്കുന്ന ചെറിയൊരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ GCPU എന്ന ഫീച്ചറാണ് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി GCPU എന്നുള്ളൊരു ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നുണ്ട്, തൊട്ടടുത്തായിട്ട് മെമ്മറി കാണിക്കുന്നുണ്ട്, CPU, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ്, നമ്മൾ ഏത് മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ മൊബൈൽ ഡാറ്റ, അതിൻ്റെ ഡൗൺലോഡ് സ്പീഡ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡൗൺലോഡ് സ്പീഡ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഏത് ഭാഗത്താണ് തിരിഞ്ഞ് നിൽക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണും. ഇവിടെ നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ നമുക്ക് ബാറ്ററി ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ബാറ്ററി ഹെൽത്ത്, എത്രത്തോളം നമ്മുടെ ബാറ്ററി ഹെൽത്ത് ഉണ്ടെന്നും അത് ഇപ്പോൾ ചാർജ് എത്രയാണെന്നും അത് ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളതൊക്കെ, അതിൻ്റെ കപ്പാസിറ്റി ഡീറ്റെയിൽസ്, എത്ര mAh ആണ് നിങ്ങളുടെ ബാറ്ററി എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. മെമ്മറി കാർഡ് എടുക്കുകയാണെങ്കിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. സ്ക്രീൻ എടുക്കുകയാണെങ്കിൽ സ്ക്രീൻ റെസൊല്യൂഷൻ എത്രയാണ് നമ്മുടെ സ്ക്രീൻ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി എത്രയാണ്, അതിൻ്റെ ഇമേജ് പിക്സൽ എത്രയാണ്, മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റോറേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ആ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയ വർഷം, ആ മൊബൈൽ ഫോണിൻ്റെ കമ്പനി ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡ് നമ്പർ എത്രയാണ്, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡൗൺലോഡ് സ്പീഡ്, നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിൻ്റെ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈ ആണെങ്കിലും നെറ്റാണെങ്കിലും അതിൻ്റെ IP അഡ്രസ്സ് എത്രയാണ്, അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, തുടങ്ങിയിട്ട് അതിൻ്റെ സ്പീഡ് ലിമിറ്റൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഒരു മൊബൈൽ ഫോണുള്ള ഒരാൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അറിഞ്ഞിരിക്കേണ്ട ടെക്നിക്കൽ ഫീച്ചറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.